ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു കന്നഡ ഫുഡ് ആൻഡ് ട്രസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ലോലിപോപ്പ് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്ന് നോക്കാം. ഇതിനായി ഞാൻ 2 കിലോ ചിക്കൻ ലോലിപോപ്പ് വിങ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ആദ്യമായി നമുക്ക് വേണ്ടത് 50 ഗ്രാം കോൺഫ്ലോർ ആണ്. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ ഞാൻ അഡീഷണൽ ആയിട്ട് കളർസ് ഒന്നും ഇടുന്നില്ല, അതുകൊണ്ടാണ് 2 സ്പൂൺ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത്. പിന്നെ ഉപ്പ് ഞാനിവിടെ 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് 2 കിലോ ചിക്കനിലേക്ക്. അപ്പോൾ നിങ്ങളുടെ ഉപ്പിൻ്റെ സ്വാദാനുസരണം നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റ് ഞാനിവിടെ 5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 50 അല്ലെങ്കിൽ 70 ml നമുക്ക് കട്ട തൈര് ഒഴിച്ചു കൊടുക്കണം. തൈര് ഒഴിച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് വിനീഗർ ഇടാം. വിനീഗർ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വലിയ ചെറുനാരങ്ങ മുഴുവനായി പിഴിഞ്ഞിടാം. ഇനി നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് ഇടേണ്ടത് എള്ളാണ്, വൈറ്റ് കളർ എള്ള്. സോ വൈറ്റ് എള്ള് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എള്ള് ഒരു 4 to 5 സ്പൂൺ ഇടാം. പിന്നെ കുറച്ച് ഒരു 1.5 ടീസ്പൂൺ സോയാ സോസ്. ഇത് ഇത്രയും കൂട്ടി ഇളക്കി നമുക്ക് നല്ല രീതിയിൽ പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ പരുവം, ഞാൻ ഇളക്കുന്ന പരുവം കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ രീതിയിൽ കണ്ടോ, ഇപ്പോൾ ഇത് കോൺഫ്ലവറൊക്കെ ഒന്ന് ടൈറ്റായി ഈ രീതിയിൽ കിട്ടും. ഈ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇതേ രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു തൊണ്ടെടുത്ത് വായിലിട്ട് ഉപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഉപ്പ് കുറവെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ലോലിപോപ്പ് ഉണ്ടോ, ഈ ഷേപ്പിലൊന്ന് നമുക്ക് ലോലിപോപ്പ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് ഈ മസാല എല്ലാം പുരണ്ട് വറുത്തെടുക്കുമ്പോൾ സോഫ്റ്റായിട്ട് ആ ഭാഗം സിമ്പിളായിട്ട് ഇങ്ങനെ പോരും. അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഏകദേശം 1 to 2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മാരിനേഷൻ ഒന്നെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെക്കുക, അതെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ നമ്മൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ വെക്കണം. കാരണം അതിൻ്റെ കോട്ടിങ് ശ്രദ്ധിക്കുക, ഓവർ കോട്ടിങ് ആവാൻ പാടില്ല. കണ്ടോ, അതിൻ്റെ കോട്ടിങ് ഇത്ര ഉണ്ടാവാൻ പാടില്ല. നമുക്ക് തൊടുമ്പോൾ കണ്ടോ മാവ് അധികം ഇല്ലാണ്ട് ജസ്റ്റ് ഒരു സ്ലൈറ്റ് കോട്ടിങ്, ഇതാണ് അതിൻ്റെ പെർഫെക്റ്റ് മാരിനേഷൻ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ മാറ്റി വെച്ച് നല്ലോണം ചൂടായ എണ്ണയ്ക്കകത്ത് നമുക്ക് ഓരോന്നായിട്ട് എടുത്തിടാം. പ്രത്യേകം ശ്രദ്ധിക്കണം, എണ്ണ നല്ലോണം ചൂടാവണം. പിന്നെ നമ്മൾ ചിക്കന് കുറേ പോർഷൻ, ഇപ്പോൾ ചെറിയ ചട്ടിയാണ് നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചിടുമ്പോൾ നല്ലോണം തീ ഉണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് അധികം ആയിട്ട് ഇടുന്നുണ്ട്, പരന്ന ചട്ടിയാണ്. അപ്പോൾ നമ്മൾ നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ ഒന്ന് സിമ്മിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ സ്ലോ ഫ്ലെയിം ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇടുമ്പോൾ നല്ല തിളച്ച എണ്ണയിലായിരിക്കണം. പിന്നെ നമുക്ക് ആ സ്റ്റൗവിൻ്റെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ വറുത്തെടുക്കുക. നല്ല രുചികരമായ ചിക്കൻ ലോലിപോപ്പ് റെഡിയാണ്. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ്, അധികം നേരമൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം മുന്നേ തന്നെ മാരിനേഷൻ ചെയ്ത് അവർ വരുന്ന നേരത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.